നമസ്കാരം. മനുഷ്യൻ ഇന്നോളം നടത്തിയ ഏറ്റവും സുപ്രധാനമായ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് ചക്രത്തിൻ്റേത്. ചക്രത്തിൻ്റെ വരവോടെ ലോകത്തിൻ്റെ വേഗത കൂടി, ഒപ്പം മനുഷ്യൻ്റെയും വേഗത കൂടി. നടന്നെത്താവുന്നതോ തുഴഞ്ഞെത്താവുന്നതുമായ ദൂരം. ഒരു കാലത്ത് അതുമാത്രമായിരുന്നു മനുഷ്യൻ്റെ ലോകം. ആ ലോകത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയത് ചക്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. അങ്ങനെ ചക്രം നാഗരികതയുടെ ആദ്യ അടയാളങ്ങളിൽ ഒന്നായി മാറി. ആരാണ് ആദ്യത്തെ ചക്രമുണ്ടാക്കിയതെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഒരുപക്ഷെ മലമുകളിൽ നിന്ന് ഉരുണ്ടുവരുന്ന മരത്തടികൾ കണ്ടിട്ടായിരിക്കണം പുരാതന മനുഷ്യൻ ചക്രമെന്ന മഹത്തായ ആശയം അവൻ്റെ മനസ്സിൽ ഉദിച്ചത്. ഇന്നോളം കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴയ ചക്രം മെസോപ്പൊട്ടാമിയയിൽ ഉണ്ടായതാണ്. അതിന് ചരിത്രകാരന്മാർ 5500-ലേറെ വർഷങ്ങളുടെ പഴക്കം കണക്കാക്കുന്നു. ആദ്യകാല ചക്രങ്ങൾ മരത്തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. മരച്ചക്രത്തിന് തേയ്മാനമുണ്ടാകാതിരിക്കാൻ പല വിദ്യകളും മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു. 4500 വർഷം പഴക്കമുള്ള ഒരു ചക്രത്തിൻ്റെ വക്കിൽ ചെമ്പാണി തറച്ചിരുന്നു. ഭാരം കുറയ്ക്കാനായി ചക്രങ്ങളിൽ വലിയ തുളകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇത്തരം തുളച്ചക്രങ്ങളിൽ നിന്നാണ് ആരക്കാലുകൾ ഉള്ള ചക്രങ്ങൾ ഉണ്ടായത്. അതിന് 4000 വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ തുളച്ചക്രങ്ങൾ ഉണ്ടായത്. ചെറുതും വലുതുമായ ചക്രങ്ങൾ പിന്നീട് കണ്ടുപിടിച്ചു. ഇവയ്ക്ക് നന്നായി ഉരുണ്ടുപോകാൻ പറ്റുന്ന നിരത്തുകളും വൈകാതെ മനുഷ്യൻ കണ്ടുപിടിച്ചു. കാറ്റു നിറയ്ക്കുന്ന ചക്രങ്ങളുടെ വരവ് ചരിത്രത്തിലെ മറ്റൊരു വഴിത്തിരിവാണ്. ചക്രങ്ങളിൽ കാറ്റു നിറച്ച് ട്യൂബ് വന്നു തുടങ്ങിയത് 1885-ലാണ്. ആദ്യകാലത്തെ മരം കൊണ്ടുള്ള ആരക്കാലുകളുടെ സ്ഥാനത്ത് പിന്നീട് ലോകം കൊണ്ടുള്ളവയും രംഗത്തു വന്നു. കഴിഞ്ഞ 200 വർഷത്തിനിടെ ചക്രങ്ങളുടെ ലോകത്ത് വലിയ മാറ്റമുണ്ടായി. 5000 വർഷങ്ങൾക്ക് മുമ്പ് സുമേറിയക്കാർ ചക്രം ഉപയോഗിച്ചിരുന്നു. എന്നാൽ അവരുടെ ആദ്യകാല ചക്രങ്ങൾ വാഹനങ്ങൾക്ക് വേണ്ടിയല്ല, കളിമൺ പാത്രങ്ങളുടെ നിർമ്മാണത്തിനായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത്. മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ ഇന്നും ലോകമെങ്ങും അതേ വിദ്യ തന്നെ ഉപയോഗിക്കുന്നു.